ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ആലു ടിക്കി ചാറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 3 വലിയ പൊട്ടേറ്റോ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റാണ്. ഇത് ചേർത്തില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് വലിയ ബോൾസ് ആക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പാറ്റീസ് ഉണ്ടാക്കണം. നെക്സ്റ്റ് ഞാൻ ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച പാറ്റീസ് ഇതിലിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പം ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടാവും. രണ്ട് സൈഡ് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പം ഇത് ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റാം. റെഡിയായ ആലു ടിക്കി നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഇതിന് വേണ്ട ചട്നീസ് ഉണ്ടാക്കണം. ആദ്യം ഉണ്ടാക്കുന്നത് ഗ്രീൻ ചട്നിയാണ്. അപ്പം അതിന് വേണ്ടി ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർക്കാം. രണ്ടും ഒരേ അളവിലാണ് ചേർക്കുന്നത്. അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാലയും ചേർക്കണം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, പിന്നെ അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാക്കാൻ. ഇനി ഈ ചട്നി മാറ്റി വെക്കാം. നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് ടാമറിൻ ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വലിയ പുളിയും ചെറിയ 2 പീസ് വെല്ലം കൂടി ചേർക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പുള്ളിയെ നന്നായി വെന്ത് വെല്ലമൊക്കെ മെൽട്ടാകുന്നത് വരെ ഇത് തിളപ്പിക്കണം. ഇപ്പോൾ പുളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി വേവിച്ച് വെച്ച പുളി നമ്മൾ വീണ്ടും ഒരു മിക്സറിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വീണ്ടും അതേ ബൗളിലിട്ട് ഒന്നുകൂടെ ബോയിൽ ചെയ്യണം.
ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കണം. അപ്പോൾ ഇത് വീണ്ടും ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പം ചട്നി റെഡിയാവും. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം ഉണ്ടാക്കാൻ. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ടിക്കി ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം തൈര് ചേർക്കാം. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച ചട്നീസ്, ടാമറിൻ ചട്നി, ഇതിൻ്റെ അളവ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രീൻ ചട്നി, ഇതിൻ്റെ കൂടെ ചെറുതായി അരിഞ്ഞ ടൊമാറ്റോ, അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ഉള്ളി, പിന്നെ ഇതിൻ്റെ മേലെ ഒരു നുള്ള് ചാറ്റ് മസാലയും ഒരു നുള്ള് മുളക് പൊടിയും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ചട്നീസ് കൂടുതൽ വേണമെങ്കിൽ വീണ്ടും ഒഴിക്കാം. പിന്നെ സേവ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്താൽ ആലു ടിക്കി ചാട്ട് റെഡിയാണ്. ചട്നീസൊക്കെ മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ബൈ.